സഹനം എന്ന കഥയുടെ തുടർഭാഗം. സോഫി മരിച്ചുപോയി എന്ന് ടോം പറഞ്ഞപ്പോൾ ഞാൻ അമ്പരന്ന് പോയി. അവർ പോയി കഴിഞ്ഞപ്പോൾ ഞാൻ അവനോട് ചോദിച്ചു, എന്തിനാ മോനെ അങ്ങനെ പറഞ്ഞത്? എന്താ കുഴപ്പം? എൻ്റെ മനസ്സിൽ അവർ എന്നേ മരിച്ചു. മോനെ അങ്ങനെ പറയല്ലേ, എത്രയായാലും മോൻ്റെ അമ്മയല്ലേ. അമ്മ എന്ന വാക്കിന് ഒരുപാട് അർത്ഥമുണ്ടപ്പാ, ടോം എന്നോട് പറഞ്ഞു. അതിലൊരെണ്ണം പോലും പാലിക്കാത്തവരാണ് അവർ. എൻ്റെ മനസ്സിൽ അവർ പണ്ടേ മരിച്ചതാണ്. പിറ്റേന്ന് അതിരാവിലെ അവൻ ജോലിക്ക് പോയി, ഞാൻ സ്കൂളിലേക്കും. യാത്രയിൽ ഞാൻ ചിന്തിച്ചു, ടോമിൻ്റെ മനസ്സിൽ സോഫി ഒരു വലിയ ശത്രുവിൻ്റെ സ്ഥാനത്താണ് എന്ന്. എനിക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? അന്നൊരു തിങ്കളാഴ്ചയായിരുന്നു. ടോം റൗണ്ട്സിന് പോയിക്കൊണ്ടിരുന്നപ്പോൾ എത്രയും പെട്ടെന്ന് ഓപ്പറേഷൻ തിയേറ്ററിലെത്തണമെന്ന് ഒരു മെസ്സേജ് വന്നു. ഉടൻ തന്നെ ടോം തിയേറ്ററിലെത്തി. അപ്പോഴാണ് തിയേറ്ററെല്ലാം സജ്ജമായിരിക്കുന്നു. ഭയങ്കര തിക്കും തിരക്കും ആൾക്കാരും. ഏതോ ഒരു രാഷ്ട്രീയക്കാരനാണെന്ന് തോന്നിപ്പോയി. സീനിയേഴ്സിനോടൊപ്പം തിയേറ്ററിൽ കടന്നു. അനസ്തേഷ്യ സ്പെഷ്യലിസ്റ്റ് അനസ്തേഷ്യ കൊടുക്കുന്നു. കേസ് ഷീറ്റിൽ ആക്സിഡൻ്റാണ്, ഒരു സ്ത്രീയാണ്, 2 കാലും ഒടിഞ്ഞ് തകർന്നിരിക്കുന്നു, മുഖത്തിൻ്റെ ഒരു ഭാഗം ചതഞ്ഞ്, തലയ്ക്ക് നല്ല പരുക്ക് എന്നുവേണ്ട എല്ലാ അർത്ഥത്തിലും ആകെ തകർന്ന ഒരു രൂപം, തിരിച്ചറിയാൻ പറ്റാത്ത വിധം. കൂടെ ഉണ്ടായിരുന്ന പുരുഷന് കാര്യമായ പരിക്കൊന്നുമില്ല. അയാൾ തെറിച്ച് വീണതുകൊണ്ട് രക്ഷപ്പെട്ടു. ഓപ്പറേഷൻ കഴിഞ്ഞ് ഇറങ്ങുന്നതിനിടയിൽ സീനിയർ ഡോക്ടറോട് എങ്ങനെയുണ്ട് ഡോക്ടർ എന്ന് ചോദിച്ചയാളെ ശ്രദ്ധിച്ചു. എവിടെയോ കണ്ടതുപോലെ. അത്യാഹിത വിഭാഗത്തിൽ ആണ്, രക്ഷപ്പെടുമെന്ന് 20% ചാൻസ് മാത്രമേ ഉള്ളൂ. അവരെ കിടത്തിയിരിക്കുകയാണ്. നടക്കുന്നതിനിടയിൽ സീനിയർ ഡോക്ടർ പറഞ്ഞു, പ്രത്യേക പരിഗണന നൽകേണ്ട കേസാണ്. അതെന്താണ് ഡോക്ടർ? അവരെ അറിയില്ലേ? അവർ കളക്ടറാണ്, കോഴിക്കോട്ടെ. അവരും അവരുടെ സുഹൃത്തും അൺഒഫീഷ്യലായി ആലപ്പുഴ ബോട്ടിങ്ങിന് വന്നാണ്. അവരുടെ പേര് സോഫി. ഡോക്ടർ നടന്നുപോയി. ഞാൻ അവിടെ തന്നെ നിന്നുപോയി. അടുത്ത ഭാഗവുമായി നാളെ.